നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ധ്യാനം, അതിൻ്റെ യാഥാർത്ഥ്യം. ഇതാണ് ഇന്ന് നമ്മളുടെ വിഷയം. ശ്രദ്ധിക്കുക. ധ്യാനം, അതിൻ്റെ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് യാഥാർത്ഥ്യം എന്ന് പറയുന്നു? ധ്യാനം യഥാർത്ഥത്തിൽ അറിയുന്നവർ വിരളം. എന്താണ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം? എന്താണ് ധ്യാനമെന്നാൽ? ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അതിനു മുൻപ് ശ്രദ്ധിക്കുക, യേശുവിനൊക്കെ 500 കൊല്ലം മുമ്പ് നമ്മളെ ഭൂമിയിൽ ജീവിച്ചിരുന്ന മഹാഗുരുവാണ് ശ്രീബുദ്ധൻ, ഗൗതമ ബുദ്ധൻ. ബുദ്ധനോട് ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു ഒരു സംശയം. ഞാൻ പലപ്പോഴും ജീവിതത്തിലെ സാരമായ കാര്യങ്ങൾ, അസെൻഷ്യൽ തിങ്സ് വിസ്മരിക്കുന്നു, മറക്കുന്നു. അനാവശ്യ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ബുദ്ധനോട് ചോദിച്ചു ശിഷ്യൻ. ബുദ്ധൻ പുഞ്ചിരിച്ചു. അത് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവമാണ്. സാരമായ കാര്യങ്ങൾ എന്താണെന്നോ സാരമല്ലാത്ത കാര്യങ്ങൾ എന്താണെന്നോ അടിസ്ഥാനമായിട്ട് മനുഷ്യർക്കറിയില്ല. നിനക്കതറിയാം, നല്ലത്. നമ്മളുടെ ജീവിതം സത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് സാരമായ കാര്യങ്ങൾ. അതിന് നമ്മുടെ മനസ്സ് അതിനോട് അംഗീകരിക്കില്ല. കാരണം മനസ്സിനിഷ്ടം അനാവശ്യ കാര്യങ്ങളാണ്. അനാവശ്യമായ കാര്യങ്ങൾ നിറച്ചാണ് നമ്മുടെ മനസ്സ് ഫീഡ് ചെയ്യുന്നത്, പോഷിപ്പിക്കപ്പെടുന്നത്. PSC കോച്ചിങ് സെൻറ്ററിൽ ജനറൽ നോളജ് പഠിപ്പിക്കില്ലേ? എന്തെല്ലാം അനാവശ്യമാണ് ഭൂമിയിലുണ്ടായിട്ടുള്ള ക്രിമിനൽസിൻ്റെ പേര്. ആരാ ക്രിമിനൽസ്? ഹിറ്റ്ലറോ, മാവോ സേതുങ്ങോ, ജോസഫ് സ്റ്റാലിനോ, പിന്നെ രാജാക്കന്മാരായ ക്രിമിനൽസ്. ഭൂമിയിലെ രാജാക്കന്മാരിൽ 100ൽ 99 ക്രിമിനൽസാണ്, കുറ്റവാളികളാണ്, മഹാ അപരാധികളാണ്. അവരുടെ പേര്, അവരുടെ ഹിസ്റ്ററി, ഈ അനാവശ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ PSC കോച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും നമ്പർ പഠിക്കുക, ഇന്ന നിയമം, ഇന്ന വകുപ്പ്. ഈ വക അനാവശ്യങ്ങൾ നമ്മളുടെ മനുഷ്യ മനസ്സിന് ഇഷ്ടമാണ്. കാരണം മനസ്സിനെ പോഷിപ്പിക്കുന്നത് അനാവശ്യ കാര്യങ്ങളാണ്, സാരമായ കാര്യങ്ങളല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരടിസ്ഥാന കാര്യം. മനുഷ്യ മനസ്സ് സാരമായ കാര്യങ്ങളെ, സത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. മനുഷ്യ മനസ്സ് അനാവശ്യ കാര്യങ്ങളെ, ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും. കാരണം സത്യത്തിലേക്ക് നീങ്ങാൻ സാധാരണ മനസ്സിന് ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ സാരമായ മനുഷ്യരുടെ ഭൂമിയിൽ അവരെ സമീപിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സാരവും അല്ലാത്തതും തിരിച്ചറിയാൻ പറ്റും. ഒരിക്കൽ തമിഴ്നാട്ടിലെ അരുണാചലിലെ മഹാഗുരുവാണ് രമണ മഹർഷി. രമണ മഹർഷിയുടെ അടുത്ത് ഒരു മിഷണറി അറിയാമല്ലോ,
അല്ലേ? മതപരിവർത്തനത്തിൻ്റെ ആൾ എത്തി. ചിരിച്ചുകൊണ്ട് രമണ മഹർഷിയോട് അദ്ദേഹം പറഞ്ഞു, വന്ന ആൾ പറഞ്ഞു, വിശ്വസിക്കുവിൻ, യേശുവിൽ വിശ്വസിക്കുവിൻ, അങ്ങക്ക് സ്വർഗത്തിലേക്ക് പോകാം. ഇപ്പം മഹർഷി പറഞ്ഞു, നിങ്ങളപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാണോ? അതെ അതെ, ഞാൻ സ്വർഗത്തിലേക്ക് പോകും, മഹർഷിക്ക് എൻ്റെ കൂടി പോരാം. മഹർഷി പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിലേക്ക് പോകുന്ന നിങ്ങൾ ആ ഞാൻ ആരെന്നാണ്. ആരാണ് ഈ ഞാൻ? നിങ്ങളുടെ കുറേ ചിന്തകളുടെ ഒരു കൂട്ടമാണ് ഈ ഞാൻ. അത് മാറും കുറച്ച് കഴിയുമ്പോൾ, നിങ്ങളുടെ ഞാൻ മാറിപ്പോകും. യഥാർത്ഥ ഞാനെ നിങ്ങൾക്കറിയില്ല. പിന്നെ നിങ്ങൾ സങ്കല്പിക്കുന്ന സ്വർഗം വളരെ സുഖകരമായൊരു സ്ഥലം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, അത് മൗഢ്യമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമോ വസ്തുക്കളോ പ്രപഞ്ചത്തിൽ എങ്ങുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വസ്തു ചൂണ്ടിക്കാണിക്കാമോ? ഇല്ല. അതൊരു സത്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമാണത്. അപ്പം പറഞ്ഞു വരുന്നത്, രമണ മഹർഷി പറഞ്ഞു, നിങ്ങൾ ആരാണെന്നറിയില്ല. ആരാണെന്ന് അറിയാൻ ശ്രമിച്ചിട്ട് വേണം എവിടെയും പോകാൻ. അതിനു മുൻപ് നിങ്ങൾ അജ്ഞാനിയാണ്, ജ്ഞാനത്തെ തേടുക. അപ്പോൾ മിഷണറി പറയണ ജ്ഞാനോ? അതെന്തിനാ? അവരുടെ മനസ്സിൽ ജ്ഞാനം വേണമെന്ന് സങ്കല്പമില്ല, വിശ്വാസം മതി. എന്താ ജ്ഞാനമെന്ന് പറയാമോ? കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയലാണ് ജ്ഞാനം. ഞാൻ ഏതെങ്കിലും ഒരു മിഷണറി അല്ല, നമ്മുടെ നാട്ടിൽ 99% ഇത്തരം ആളുകളാണ് ആത്മീയത പറഞ്ഞു നടക്കുന്ന ആളുകൾ. ആകാശത്ത് എവിടെയോ സ്വർഗമുണ്ട്, അങ്ങോട്ട് ഞാൻ പോകും, അല്ലേ? അറിയാവുന്ന എന്താ? ഈ ശരീരത്തെക്കുറിച്ച് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയത എന്നതറിയാൻ നമ്മൾ യഥാർത്ഥ ആത്മീയ ഗുരുക്കന്മാരുമായിട്ട് ഉള്ള ബന്ധം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ വ്യാസനോ കൃഷ്ണനോ നബിയോ ഇവർക്ക് ആത്മീയത അറിയാവുന്ന ആളുകളാണ്. കൃഷ്ണൻ്റെ കാലം ഭഗവത്ഗീതയെക്കുറിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് യേശുവിൻ്റെ കാലത്ത് നിന്നും 5500 കൊല്ലം മുമ്പ് ആണ് കൃഷ്ണൻ്റെ കാലം. നമ്മുടെ കാലം വെച്ച് നോക്കിയാൽ 7500 വർഷം മുൻപാണ് കൃഷ്ണൻ്റെ കാലഘട്ടം. നമ്മുടെ ഹിസ്റ്ററി പ്രൊഫസർമാർ ചിരിക്കാനുണ്ട്. അവർ നോക്കുമ്പോൾ എല്ലാം യേശുവിൻ്റെ 500 കൊല്ലത്തിനുള്ളിൽ, യേശുവിൻ്റെ മുൻപ് 500 കൊല്ലത്തിനുള്ളിലാണ് ഇതൊക്കെ സംഭവിച്ചത്. കൃഷ്ണൻ വന്നത്, എല്ലാവരും വന്നത് മഹാവിഡ്ഢിത്തമാണെങ്കിലും അത് പഠിപ്പിച്ചാണ് ഇന്ന് കോളേജ് അധ്യാപകരും കഴിയുന്നത്. പിന്നെ ഇന്ത്യയിൽ അതിന് പറ്റിയ പണ്ഡിതന്മാരും ഗവേഷണമുണ്ട്. രാമൻ്റെ കാലം യേശുവിനൊക്കെ 10,000 കൊല്ലം മുമ്പാണ്. അക്കാലത്ത് വേദാന്തവും ആധ്യാത്മികതയും അറിയാവുന്ന ഋഷിമാരുണ്ടായിരുന്നു. കൃഷ്ണൻ തന്നെ ഋഷിയാണ്, ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞ ഭഗവത്ഗീതയിലാണ് ധ്യാനത്തെക്കുറിച്ച് ഒരടിസ്ഥാന കാര്യമുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞത്. നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സത്യം ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ MA പഠിപ്പിക്കുമ്പോൾ അതിൽ T.S. എലിയറ്റ് എന്ന് പറഞ്ഞ് നോബൽ സമ്മാനം കിട്ടിയ ഒരു കവിയുടെ ഒരു കവിതയുണ്ട് പഠിപ്പിക്കാൻ. വേസ്റ്റ് ലാൻഡ് എന്നാണ് കവിതയുടെ പേര്. അദ്ദേഹം അമേരിക്കയിലാണ് ജനിച്ചത്. T.S. എലിയറ്റ് അമേരിക്കയിൽ ജനിച്ചു, ബ്രിട്ടനിലേക്ക് കുടിയേറി, ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചു. അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കവി എന്നാണ്. T.S. എലിയറ്റ് അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്ന കവിത. അത് എന്താണ് വേസ്റ്റ് ലാൻഡ്? പാഴ്ഭൂമി. എന്താണ് പാഴ്ഭൂമി? അദ്ദേഹം പറയണേ, ഒരു 1950 കാലഘട്ടത്തിന് മുമ്പ് യൂറോപ്പിൻ്റെ സ്ഥിതി, യൂറോപ്പിലുള്ള മനുഷ്യരെല്ലാം അയഥാർത്ഥ ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ മനസ്സാണ് വേസ്റ്റ് ലാൻഡ്. നോക്കൂ, ലണ്ടൻ പാലം
ലണ്ടൻ പാളത്തിലൂടെ ആളുകൾ നടന്നു പോകുന്നു സ്വപ്നാടകരെ പോലെ. അൺറിയൽ ലൈഫ്. അൺറിയൽ ലൈഫ് എന്ന് വെച്ചാൽ ആ യഥാർത്ഥ ജീവിതമാണ് ഈ ആളുകൾ നയിക്കുന്നത്. ടി.എസ്. എലിയറ്റ് പറഞ്ഞത് അയഥാർത്ഥ ജീവിതം നയിക്കുന്നത് ലണ്ടനിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ ആളുകളിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലും അതാണ് സ്ഥിതി. മനുഷ്യൻ അയഥാർത്ഥ ജീവിതമാണ് നയിക്കുന്നത്, സത്യമല്ലാത്ത ജീവിതം. അതെങ്ങനെ? കാരണം മനുഷ്യൻ അയാൾ ആരാണെന്നോ അയാളുടെ കേന്ദ്രം എന്താണെന്നോ അറിയില്ല. അയാൾ സങ്കല്പിക്കുന്നതല്ല അയാൾ. ഞാൻ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ, അതല്ല അയാൾ. അയാൾ കാണുന്ന വസ്തുക്കളും അയാളല്ല. അപ്പം തെറ്റായ കേന്ദ്രത്തിൽ നിന്നാണ് മനുഷ്യൻ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് അയാളുടെ ജീവിതം അയഥാർത്ഥമാകുന്നത്. ശരിയായ കേന്ദ്രത്തിൽ നിന്നും വ്യാപരിക്കുന്നവരാണ് ബുദ്ധനോ യേശുവോ കൃഷ്ണനോ അല്ലേ, വ്യാസനോ രമണ മഹർഷിയോ ഓഷോയോ, അത്തരം ഗുരുക്കന്മാർ. ഇവരെല്ലാം ശരിയായ കേന്ദ്രം അറിഞ്ഞവരാണ്. നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ആരെയും വിലയിരുത്താൻ മടിയില്ല. സ്വന്തം കേന്ദ്രം അറിയാതെ, സ്വന്തം വ്യക്തിത്വ കേന്ദ്രം അറിയാതെ ഇന്ന ആളുകൾ ആത്മീയ ഗുരുക്കന്മാരാണ്, ഇന്ന ആത്മീയകളല്ല എന്ന് വിലയിരുത്താൻ തമാശ നാട്ടിലുടനീളമുണ്ട്. പ്രത്യേകിച്ച് ചില മതപ്രഭാഷകർക്കൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഉള്ള ആചാര്യന്മാർ ഞങ്ങൾക്കറിയാമെന്ന്. ഇയാൾക്ക് അയാളെ തന്നെ അറിഞ്ഞുകൂടാ. ഈ യഥാർത്ഥ കേന്ദ്രം അറിയില്ല എന്ന് ഉള്ള ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ ആദിശങ്കരൻ പറഞ്ഞ ഒരാശയം ഞാൻ പറയാം. മനസ്സിലാക്കണം നമ്മൾ. ഇപ്പം ആൾ പറയല ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്ത് പോകും. ആര് പോകും? ശരീരം പോകും. അതിവിടെ ലയിച്ചു പോവില്ലേ മണ്ണിൽ അല്ലേ? മനസ്സ് പോകുമോ? മനസ്സിൻ്റെ ഏത് ഭാഗം നിലനിൽക്കും? അതാണ് നമുക്കറിയേണ്ടത്. ഇപ്പം മരണത്തോടു കൂടി എന്ത് സംഭവിക്കും എന്നറിയണം. അതിന് മുമ്പ് എല്ലാ മനുഷ്യർക്കും ഒരു സംശയമുണ്ട്. ധ്യാനമോ ആത്മീയതയോ അത് ജീവിതത്തിൽ നിന്ന് വിളിച്ചോടിയ സന്യാസിമാർക്കല്ലേ അല്ലേ? വല്ല വനത്തിലൊക്കെ പോയോ ഗുഹയിലോ പോയിരുന്ന് തപസ് ചെയ്യേണ്ടവർക്കല്ലേ. ഞങ്ങൾക്ക് എന്തിനാ അത് ആത്മീയത? എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളതാണ് ആത്മീയതയും സത്യസന്ധമായ ജീവിതവും. ഒരു നിവൃത്തരാഗസ്യ ഗൃഹം തപോവനം എന്നൊരു സംസ്കൃത സെൻറ്റൻസ് ഉണ്ട്. നിവൃത്തരാഗസ്യ, രാഗത്തിൽ നിന്നും നിവൃത്തിപ്പെട്ടാൽ, രക്ഷപ്പെട്ടാൽ ഗൃഹം തപോവനം. രാഗമെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് പലതുമായി ഒട്ടിപ്പിടിക്കണം, അറ്റാച്ച്മെൻ്റാണ് അല്ലേ? അത് കുറഞ്ഞാൽ നമ്മളുടെ ഗൃഹം തപോവനമായി. മനുഷ്യരോട് വ്യക്തികളോട് ഒട്ടിപ്പിടിക്കുക, വസ്തുക്കളുമായി ഒട്ടിപ്പിടിക്കുക അല്ലേ? ഇത്രയും പണം വേണം, കൂടിക്കൊണ്ടേയിരിക്കണം. അത് വല്ലാതെ കുറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പോകും അല്ലേ? ഇന്നിന്ന ബന്ധങ്ങൾ വേണം, ഇന്നിന്ന ആശയങ്ങൾ വേണം, അതിനോട് ഒട്ടിപ്പിടിക്കും. ആശയങ്ങൾ ഇന്ന ആൾ, ഒരാൾ കമ്മ്യൂണിസ്റ്റാണ്, ഒരാൾ കോൺഗ്രസ്സാണ്, ഒരാൾ സോഷ്യലിസ്റ്റാണ്, പല ആശയങ്ങളോട്ട് ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കാത്ത മനസ്സാണ് രാഗമില്ലാത്ത മനസ്സ്. അങ്ങനെ വന്നാൽ ഗൃഹം തപോവനം, തപസ് ചെയ്യാവുന്ന സ്ഥലമായി. അതാ വലിയ ബുദ്ധിമുട്ടാണത്. രാഗമില്ലായ്മ, വൈരാഗ്യം പരിശീലിക്കുക. വൈരാഗ്യം എന്ന് വെച്ചാൽ ദേഷ്യം എന്ന അർത്ഥമല്ല. രാഗമില്ലായ്മ പരിശീലിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ലോകത്തുള്ള വസ്തുക്കളോ ബന്ധങ്ങളോ ഒന്നും തന്നെ സ്ഥിരമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി. അതാ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ? ശാരീരികമായിട്ടുള്ള എല്ലാം പോയി അല്ലേ? ഗൃഹം നമ്മളെ ധനം ഗൃഹത്തേക്ക് കിടക്കും. മനസ്സിലായോ? നമ്മളുടെ ബന്ധുക്കൾ ശ്മശാനം വരെ വരും. അങ്ങനെ ശ്ലോകമുണ്ട് സംസ്കൃതത്തിൽ, ഈസാരത്തിൽ. പോകുമ്പോൾ നമുക്ക് പിന്നാലെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഗുണമോ ദോഷമോ പിന്നാലെ വരും. അർത്ഥം ഗൃഹേ നിവർത്തന്തേ ശ്മശാനെ പുത്രബാന്ധവ.
സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛന്തി. അർത്ഥം ഗൃഹം നിവർത്തൻ്റെ. അർത്ഥം എന്ന് വെച്ചാൽ എന്താ? ധനം. ഗൃഹത്തിൽ കിടക്കും മരിക്കുമ്പോൾ 50 രൂപ കേസ് കെട്ടിന് പോകാൻ പറ്റില്ല, ഇല്ല. ശ്മശാനം വരെ പുത്രങ്ങളും ബന്ധുക്കളും വരും, അല്ലേ? അത്രയുള്ളൂ. സുഹൃതം ദുഷ്കൃതം ചെയ്ത നല്ല കർമ്മത്തിൻ്റെയും ചീത്ത കർമ്മത്തിൻ്റെയും ഫലം നമ്മുടെ പിന്നാലെ വരും മരിച്ചതിന് ശേഷം എന്നാണ്. മരിച്ചതിന് ശേഷം നമുക്ക് സൂക്ഷ്മ ശരീരമുണ്ട്, അതിൻ്റെ പിന്നാലെ വരും. അതൊക്കെ വിശദമായിട്ട് പറയാനുള്ള സമയം വരുമ്പോൾ വിശദീകരിക്കും. നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ കേന്ദ്രം നമുക്കറിയില്ല എന്ന് ആദിശങ്കരൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ധ്യാനം മനസ്സിലാക്കും മുമ്പ് ധ്യാനം ചെയ്യുന്ന ആരാണെന്നറിയണം. നമ്മളെക്കുറിച്ച് ഒരു അടിസ്ഥാന അറിവ് വേണം. ഓടിച്ചെന്ന് ധ്യാനം ചെയ്താൽ ഒരു ഫലവുമില്ല. ധ്യാനം അറിയാൻ ആദിശങ്കരൻ പറയുന്നത് അനാത്മ അന്യ അഹമിതി മതിർബന്ധ. ഇത് ഞാൻ നേരത്തെ ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അനാത്മാ അവനമല്ലാത്തതിൻ്റെ അർത്ഥം ഞാനല്ലാത്ത അന്യവസ്തുക്കളിൽ, ഞാനല്ലാത്ത അന്യവസ്തുക്കളിൽ അഹം ഇതി, ഞാനെന്ന ആ തോന്നൽ, ബന്ധം, അതാണ് ബന്ധം. ഞാനല്ലാത്ത വസ്തുക്കളിൽ ഞാനെന്ന തോന്നൽ. ജവഹർലാൽ നെഹ്റു ഒരിക്കലും ഭ്രാന്താസ്പത്രിയിൽ പോയി, തൃശ്ശൂരാ, വന്നു, രോഗികളെല്ലാം കണ്ടു. അപ്പോൾ ഞാനൊരിക്കൽ പറഞ്ഞ കഥ നല്ല കഥയാണ്. അപ്പോൾ നെഹ്റു രോഗികളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായോ? ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു രോഗി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, മാറും, ഈ അസുഖം മാറും. ഞാനിവിടെ വന്നപ്പോൾ മഹാത്മാഗാന്ധി ആയിരുന്നു, ഐ വാസ് മഹാത്മാഗാന്ധി. അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയാണ് തോന്നലുണ്ടായി, ഇപ്പം അത് കുറഞ്ഞു. അപ്പോൾ ഈ കഥയുടെ അർത്ഥം എന്താ? നമ്മളല്ലാത്ത ഒന്നാണ് നമ്മളെന്ന് കരുതിയാൽ മാനസിക രോഗം. ഈ അടിസ്ഥാന മാനസിക രോഗം ഭൂമിയിലാകെ ഉണ്ടെന്നാണ് ആദിശങ്കരൻ പറയുന്നത്. അനാത്മ, ഞാനല്ലാത്ത വസ്തുവിന് ഞാനെന്ന് കരുതണം. ഇനി നമ്മൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ കരുതുന്നത്? നമ്മുടെ ശരീരം നമ്മളാന്ന് കരുതുക. ജനിച്ചു, ഞാൻ ശരീരം ജനിച്ചു, മരിക്കാൻ പോകുന്നു, ശരീരമില്ലാതെ. ഞാൻ വളർന്നു, കൗമാരം, ഞാൻ യൗവനം, ഞാൻ വാർദ്ധക്യം. ആർക്കാണിതൊക്കെ? ശരീരത്തിനാണ്. ഈ ശരീരം എന്നത് സത്യത്തിൽ എന്താ? നമ്മളുടെ അകത്തിരിക്കുന്ന ഒരു വെളിച്ചം, കാണുന്ന വസ്തുവാണ് ശരീരം. കാണുന്ന വസ്തുവാണ് ശരീരം, ഓബ്ജക്റ്റ്, വിഷയമാണ് ശരീരം. ഏതുപോലെ നമ്മളുടെ ശരീരം സ്വയം കാണില്ല, അതിന് സെൽഫ് ലൂമിനസ്, സ്വയം പ്രകാശശക്തിയില്ല, സ്വയം കാണാനുള്ള ശക്തി ശരീരത്തിനില്ല. അകത്തിരിക്കണ ഒരു ബോധം എന്ന വെളിച്ചമാണ് ശരീരത്തെ കാണുന്നത്. അതാ ഏതുപോലെ ഇപ്പം നമ്മൾ പുസ്തകം കാണുന്നു, കാണുന്ന ബോധമാണ് പുസ്തകം കാണുന്നത്. ആ പുസ്തകം നമ്മളാണോ? അല്ലല്ലോ. ഞാനൊരു തൂണ് കാണാം, ആ തൂണ് ഞാനാണോ? അല്ല. തൂണ് വേറെ, അത് കാണുന്ന ദ്രഷ്ടാവ്, എന്നിലിരിക്കുന്ന ബോധം വേറെ. ഇതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ കാണുമ്പോൾ കാണുന്ന വസ്തുവാണ് ശരീരം, അത് പുറമേ ഉള്ളതാ, അത് നമ്മളല്ല. നമ്മൾ കരുതുന്നതോ ഈ ശരീരമാണെന്നാ. അപ്പോൾ നമ്മളല്ലാത്ത വസ്തുവിനെ നമ്മളെന്ന് കരുതുന്നു. രണ്ട്, നമ്മളുടെ മനസ്സ് പലതരം ചിന്തകളുണ്ട്. ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനാണ്, അല്ലേ? ഞാൻ ഇന്ന ആളുടെ മകനോ മകളോ ആണ്, ഞാൻ ഇന്ന നാട്ടുകാരനാണ്, അങ്ങനെ ആയിരക്കണക്കിന് പറയും. ആ ചിന്തകൾ ആണ് മനസ്സ്. ചിന്തകളാണ് നമ്മളെന്നാണ് നമ്മൾ കരുതുന്നത്. ചിന്തകളുടെ ടോട്ടാലിറ്റി, ആകത്തുകയാണ് മനസ്സ്, കുറേ വികാരങ്ങളുടെയും, അല്ലേ? അത് നമ്മൾ കാണുന്ന വസ്തുക്കളാണ്. ഇപ്പം കണ്ണടച്ചിട്ട് നമുക്കൊരു വസ്തുവിനെ കാണാമല്ലോ, അല്ലേ? ഒരു ഏത്തപ്പഴം സങ്കല്പിക്കുക, ഏത്തപ്പഴം കാണാം, ചിന്ത ഏത്തപ്പഴമാണ്, നമ്മൾ ഏത്തപ്പഴമാണോ? അല്ല. മനസ്സിലായോ? അപ്പോൾ മനസ്സിനെ കാണാം, അത് വിഷയമാണ്, കാണുന്ന വസ്തുവാണ്, അത് നമ്മളല്ല.
അപ്പം നമ്മളുടെ ആ കേന്ദ്രം ഒരു ബോധശക്തി ഉള്ളിലുള്ളതാണ്. നമ്മളുടെ ഈ ബോധശക്തി പൂർണ്ണമായിട്ടുള്ള കേന്ദ്രമല്ല, അതിൻ്റെ ഒരു പ്രതിഫലനം പോലെ ചെറിയൊരു ഹ്രസ്വ ദർശനം മാത്രമാണ് നമ്മൾ ഈ ബോധശക്തി. ബോധശക്തി അപ്പോൾ കേന്ദ്രമായിട്ട് നിൽക്കുന്ന സാധനമാണ്. അതാണ് കാണുന്നത് ശരീരത്തെ. ശരീരം കാണുന്ന വസ്തു നമ്മളല്ല, മനസ്സ് കാണുന്ന വസ്തു നമ്മളല്ല. ശരീരത്തിനും മനസ്സിനും അപ്പുറം. അപ്പം ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ ശരീരം മരിക്കലല്ല, ഈ ബോധശക്തി മരിക്കാത്തതാണ്. അതെന്താ മാഷ അങ്ങനെ പറയുന്നത്? മരിക്കുമ്പോൾ ആൾക്ക് ബോധം പോകില്ലേ? നമ്മൾ ഉറങ്ങില്ലേ? ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പല വസ്തുക്കളും കാണാറില്ലേ ഉറക്കത്തിൽ? ആ കാണുന്ന സമയത്ത് ആ കാണുന്നത് ഈ ബോധശക്തിയാണ് ഉറക്കത്തിലും, അല്ലേ? അതാ ഇപ്പോൾ മരിക്കണ സമയത്ത് നമ്മളുടെ ബോധശക്തി മാറി നിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഈ ശരീരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ്. ഒരു ബോധശക്തി എന്ന് പറഞ്ഞതാണ് നമ്മളിലുള്ള സെൽഫ് ലൂമിനസ്, സ്വയം പ്രകാശമുള്ളത്. മനസ്സ് സ്വയം പ്രകാശമുള്ളതല്ല, സൂക്ഷ്മദ്രവ്യമാണത്. ചിന്തകളെല്ലാം 99% കടം വാങ്ങിച്ചതുമാകും. മറ്റുള്ളവരുടെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും, നമ്മളുടെ ചിന്ത അങ്ങോട്ട് ചെല്ലും. ചിന്തകളെ 99% കടം വാങ്ങിച്ചതാണ്. ആ ചിന്തകളെല്ലാം സൂക്ഷ്മമായ ദ്രവ്യമാണ്. സ്വയം പ്രകാശശക്തി മനസ്സിനില്ല. മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് പിന്നിലുള്ള ബോധശക്തിയാണ്. ഇപ്പം ശരീരമല്ല, മനസ്സല്ലാതെ ഒരു കേന്ദ്രമുണ്ടെന്നുള്ള സൂചന കിട്ടിയെന്ന് കരുതുന്നു. അതാ ഇനി നമ്മൾ വന്ന് പോകാൻ പോണ കാര്യം. നമ്മൾ ധ്യാനം എന്ന് പറയുമ്പോൾ എന്തിനാണ് ധ്യാനം ചെയ്യുന്നത്? ധ്യാനം ഒരു പ്രവൃത്തിയാണോ? അല്ല, ധ്യാനം ഒരു പ്രവൃത്തിയല്ല. ധ്യാനം ആർക്കും ചെയ്യാനും പറ്റില്ല. പിന്നെ എന്താ അത്? അതിലേക്ക് വരാം. കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ബോധത്തിൽ നിന്നും പുറത്തേക്ക് പോവുക നമ്മൾ. അതാ നമ്മൾ ഏതെങ്കിലും വസ്തുവിൽ ഏകാഗ്രത പാലിക്കുന്നത് ധ്യാനമല്ല. കാരണം എന്താ? ഒരു വസ്തുവിനെ സങ്കല്പിച്ചിട്ട് ആ സങ്കല്പിക്കുന്ന വസ്തു മനസ്സിലാണ്, അതിലേക്ക് മാത്രം മനസ്സിനെ നിർത്തുന്നതാണ് ഏകാഗ്രത. ഒരു വസ്തുവിലെ ഒരു തീനാളത്തിൽ മനസ്സ് നിർത്തി, ബാക്കിയെല്ലാം വേണ്ടെന്ന് വെച്ചു. ആ തീനാളം മനസ്സിൻ്റെ ഭാഗമാണ്, അത് പുറത്താണ്, നമ്മളല്ല. കേന്ദ്രം ബോധത്തിലാണ് കിടക്കുന്നത്. കേന്ദ്രത്തിന് പുറത്തുള്ളതാണ് വസ്തുക്കളിൽ മനസ്സിനെ നിർത്തലാണ് ഏകാഗ്രത. ഏകാഗ്രത ധ്യാനമല്ല. ധ്യാനത്തിലേക്ക് പോയാൽ നമ്മളുടെ കേന്ദ്രത്തിലേക്ക് പോകും. നമ്മളുടെ കേന്ദ്രം മരണമില്ലാത്ത ഒരു ഇടമാണ്. അതാ ശരീരത്തിനും മനസ്സിൻ്റെയൊക്കെ ആ വിധാനത്തിലാണ് മരണം സംഭവിക്കുന്നത്. ഇനി ഞാൻ കൂടെ നീട്ടിക്കൊണ്ട് പോകാതെ ഭഗവത്ഗീതയിൽ സൃഷ്ടിയും ധ്യാനവുമായി ബന്ധപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു പ്രത്യേകത, ഒരു കാര്യം കാണാൻ പഠിക്കില്ല, മനസ്സിലാക്കുള്ളൂ. മനസ്സിലായോ? ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത. അവ്യക്തനിധനാന്യേവ തത്ര ന പരിദേവത. ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് 6500 കൊല്ലം മുമ്പ് പഴക്കമുള്ള ശ്ലോകം. അത് ഇന്നും സ്പഷ്ടമാണ്. ആ കാലത്ത് ഇംഗ്ലീഷോ മലയാളമോ ഒന്നും നാട്ടിലില്ല കേട്ടോ. ഇംഗ്ലീഷിന് 1500 കൊല്ലത്തെ പഴക്കമുള്ളത്. ഈ പ്രപഞ്ചത്തിൽ പറഞ്ഞ ഇതിൻ്റെ അർത്ഥം, പ്രപഞ്ചത്തിൽ ഒരു ദൈവിക ശക്തി ഉണ്ട്. ദൈവിക ശക്തി എന്താണെന്ന് വിശദീകരിക്കാൻ പതുക്കെ. അത് മധ്യത്തിൽ മാത്രമാണ് വ്യക്തം. മധ്യത്തിൽ വ്യക്തമാകാന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിലേക്ക് കാണാൻ പറ്റുക രൂപങ്ങളുണ്ടാവുക, ശബ്ദങ്ങളുണ്ടാവുക. അത് മധ്യത്തിൽ വ്യക്തം, തുടക്കത്തിൽ അവ്യക്തം,
തുടക്കത്തിൽ ദൈവിക ശക്തി നമുക്ക് വ്യക്തമല്ല, അവസാനവും ദൈവിക ശക്തി നമുക്ക് വ്യക്തമല്ല. അപ്പം ദൈവിക ശക്തി നമുക്ക് പ്രകടമാകുന്ന രീതിയിൽ അല്പം വരുന്നതാണ് സൃഷ്ടി. നമ്മളുടെ ശരീരങ്ങൾ, ഈ ലോകം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാവുന്നതും സ്പർശിക്കാവുന്നതും ദൈവിക ശക്തിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ, അതാ വ്യക്തമാകലാണ്. ദൈവിക ശക്തിയുടെ വ്യക്തമാകലാണ് ഏത്? ഈ ലോകം. അപ്പം അത് മധ്യത്തിലാണ്. എൻ്റെ കൃഷ്ണൻ പറയാണ്, ഇതിൽ നീ വിഷമിക്കേണ്ട അർജുന, മനസ്സിലായോ? ദൈവിക ശക്തി അതിന് മുമ്പുണ്ട്, അതിന് ശേഷമുണ്ട്. ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ ദൈവിക ശക്തിയുടെ സാന്നിധ്യമുണ്ട്. അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല. ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അതുകൊണ്ട് ഭൂമിയിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരുണ്ട്. പണ്ടേ ഉണ്ടാകണം. ദൈവം എന്ന് പറഞ്ഞൊരാൾ ആകാശത്തെ സിംഹാസനത്തിലിരിക്കുന്നു, അല്ലേ? ദൈവത്തിന് സ്വന്തം ആളിൽ ഇടതുവശത്തും വലത്തുവശത്തും പിന്നിലൊക്കെ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ദൈവമല്ല, മനുഷ്യരൂപത്തിൽ ഒരു ദൈവം ഉള്ള ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവീയ ശക്തി നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്നതിന് ഉദാഹരണം, നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെ പിന്നിൽ ഒരു കാറ്റലിക് ഏജൻറ്റ് പോലെ ദൈവിക ശക്തിയുണ്ട്. കാറ്റലിക് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ രാസത്വരകം എന്ന് പറയും. രാസത്വരകം എന്ന് വെച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും 2 ട്യൂബിൽ കൊണ്ടുവന്നിട്ട് അത് ഒരുമിച്ച് യോജിപ്പിച്ചാൽ ജലമാകണമെങ്കിൽ വൈദ്യുതിയുടെ സാന്നിധ്യം വേണം. വൈദ്യുതി കൂടി കടത്തി വിട്ടാലേ എന്ത് പറ്റൂ? ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നിട്ട് ജലം വരും. വൈദ്യുതി ഇല്ലെങ്കിലോ അത് സംഭവിക്കില്ല. വൈദ്യുതി അവിടെ ഒന്നും ചെയ്യുന്നില്ല. വൈദ്യുതിയുടെ സാന്നിധ്യത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടാകുന്നത്. ആ വൈദ്യുതി ആണ് കാറ്റലിക് ഏജൻറ്റ്, രാസത്വരകം, രാസപ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന സാധനം. ഇതുപോലെ ദൈവിക സാന്നിധ്യം ആണ് നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും പിന്നിൽ പ്രവർത്തിക്കാൻ നിൽക്കുന്നത്, അല്ലേ? ഉദാഹരണം, ദൈവിക സാന്നിധ്യം ഇപ്പം കണ്ണിൽ കാണാവുന്ന രൂപത്തിലല്ലാതെ പ്രവർത്തിക്കുന്നത് എങ്ങനെ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? ഈ ഭക്ഷണം, ഈ കുടിക്കുന്ന ജലം, ഇതെല്ലാം രക്തമായി മാറും, അല്ലേ? ആ രക്തം ഓക്സിജൻ വഹിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങളിലെത്തും. വിവിധ പോഷകങ്ങൾ, അല്ലേ? ഒരു പോഷകം കാൽസ്യം എല്ലിൻ്റെ ഭാഗത്തെത്തും, ഒരു പോഷകം ത്വക്കിലെത്തും, ഒരു പോഷകം ഹാർട്ടിലെത്തും, അല്ലേ? ഒരു പോഷകം ഓരോ അവയവത്തിലെത്തും. ഏത് പോഷകം എവിടെ എത്തണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മളല്ല. ദഹനത്തിൻ്റെ പ്രക്രിയ നമ്മൾ ചെയ്യുന്നതല്ല, സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കുന്ന അത്ഭുതമാണ്. സയൻറ്റിസ്റ്റുകൾ പറയാറുണ്ട്, ഈ ദഹന പ്രക്രിയ, പല ജ്യൂസുകൾ, ഓരോ ആഹാര വസ്തുവിനും പ്രത്യേക ജ്യൂസുകൾ ശരീരം ഉൽപ്പാദിപ്പിച്ച് രസങ്ങൾ ചേർക്കണം, അല്ലേ? അങ്ങനെയുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന സമ്പ്രദായം ഉണ്ടാക്കണമെങ്കിൽ 1 മൈലോ 10 മൈലോ വിസ്തൃതമായ സ്ഥലത്ത് കെട്ടിടം വെക്കണം. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ജോലിക്ക് വെക്കണം. കാരണം ഓരോ ജ്യൂസിനും തയ്യാറാക്കാൻ ഓരോ മുറി വേണം, അല്ലേ? ആവശ്യമുള്ളത് എത്തിക്കാനായിട്ട് വേറെ സംവിധാനം വേണം. അങ്ങനെ കിലോമീറ്ററുകൾ, സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള വലിയൊരു സംവിധാനം ഉണ്ടെങ്കിലേ നമ്മൾക്ക് കൃത്രിമമായിട്ട് ദഹനത്തിൻ്റെ സംവിധാനം ഒരുക്കാൻ പറ്റൂ. എന്നാലും അവിടെ അത് സംഭവിക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഭക്ഷണം രക്തമായി മാറുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ കൊച്ചു ശരീരത്തിൽ അത്ഭുതകരമായ പ്രവർത്തനം നടക്കുന്നുണ്ട്, അല്ലേ? ഏത് പോഷകം എവിടെ എത്തിക്കണം നമ്മൾ തീരുമാനിക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. പിന്നെ ആരാ തീരുമാനിക്കുന്നത്? രാസത്വരകമെന്ന ദൈവിക ശക്തി പിന്നിലുണ്ട്. ഇത് മരിച്ചു കഴിഞ്ഞാൽ ആ ദൈവിക ശക്തി മാറിയേക്കുക. അപ്പം അത് നടക്കില്ലല്ലോ, ഇല്ല. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു വേണത്? ശ്വാസം അങ്ങനെ ശ്വസനം സംഭവിക്കുന്നതാണ്, ദഹനം പോലെ. അതെങ്ങനെ നമ്മൾ ചെയ്യുന്നതല്ല. ആണെങ്കിൽ നമുക്ക് മറന്നു പോകാമല്ലോ, മരിച്ചും പോകാം, അല്ലേ?
രക്തചംക്രമണം ഒക്കെ അല്ലേ. അപ്പം നമ്മളുടെ ജീവിതത്തിൽ സൂക്ഷ്മമായ എല്ലാ പ്രവർത്തനവും, ഹൃദയസ്പന്ദനമായാലും ദഹനമായാലും ശ്വസനമായാലും ഇതെല്ലാം ചെയ്യുന്നതല്ല, സംഭവിക്കുന്നതാണ്. അതിൻ്റെ പിന്നിൽ ചില ഡോക്ടേഴ്സ് പറയാറുണ്ട്, എന്താ ബോഡി ഇൻ്റലിജൻസ്, ശരീരത്തിൻ്റെ ബുദ്ധിയെന്ന്. ശരീരം മുറിച്ച് പരിശോധിച്ചാൽ അവിടെ ബുദ്ധി ഇരിക്കണതാണ്. തലച്ചോറിൽ ബുദ്ധിയുണ്ട്. ഇപ്പോൾ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല. എപ്പോൾ ദഹന സമയത്ത് തലച്ചോറ് എന്നിട്ട് അതിൻ്റെ പ്രവർത്തനമില്ല, അവിടെ ഇല്ല. ഇതുപോലെയാണ് പ്രകൃതിയിൽ മുഴുവനും അല്ലേ. പ്രകൃതിയിലെ വളം അല്ലേ, വസ്തുക്കൾ വേരിൽ വലിച്ചെടുത്തിട്ട് ആ വൃക്ഷത്തിൻ്റെ കയറിയിട്ട് സൂര്യപ്രകാശം വലിച്ചെടുത്തിട്ട് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ ഇലകളിൽ നടക്കും. അങ്ങനെയാണ് ഭക്ഷണം പ്രകൃതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതും സംഭവമാണ് അല്ലേ. പ്രകൃതി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കേണ്ട പിറകിൽ എന്തുണ്ട്? ദൈവിക ശക്തി ഇല്ലയെന്ന് പറയുന്നത് വിവരക്കേടിൻ്റെ അങ്ങേയറ്റമാണ്. കാരണം തിരിച്ചറിവില്ലാതെ ഒരു മാവിന്മേൽ മാങ്ങ ഉണ്ടാകുന്നു. യാദൃശ്യമല്ലത്. അതിൻ്റെ പിന്നിൽ ദൈവികമായിട്ടുള്ള ബോധശക്തി ഇല്ലെങ്കിൽ മാവുമ്മ ചക്കുണ്ടായിക്കൂടെ? ഇല്ല അല്ലേ. നമ്മുടെ ശരീരം വലിയ അത്ഭുതമല്ലേ. 206 എല്ലുകളെ കൂടി വെച്ചിട്ടുണ്ട്. 108 മസിലുകളുണ്ട്. ആയിരക്കണക്കിന് നെർവസ് ഉണ്ട്. 206 എല്ല് നമ്മൾ എണ്ണിയാണോ? എണ്ണി നോക്കിയിട്ടാണോ ജനിച്ചു? നമ്മൾ കണ്ടതല്ലേ. ഹൂ ഹാസ് ഡിസൈഡഡ് ആ നമ്പർ? ആദ്യം തീരുമാനിച്ചു? കണ്ടോ. അപ്പം യുക്തിവാദികളായ നിരീശ്വരന്മാർ പറയുന്നത് ഇതൊക്കെ യാദൃശ്ചികമാണെന്നാണ്. അതിൻ്റെ പേരാണ് വിവരക്കേടെന്ന്. നമ്മൾ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ എന്താണ് ചോറും സാമ്പാറും വിഭവങ്ങളും പപ്പടമൊക്കെ ഒരുക്കി തെക്കേ മുറിയിൽ വെച്ചൊക്കെയാണ്. യാദൃശ്ചികമായിട്ട് സംഭവിക്കുകയാണ്. നമ്മുടെ വൈഫ് ആരും വീട്ടിലില്ലെങ്കിൽ അത് സംഭവിക്കുക. യാദൃശ്ചികമായിട്ട് പപ്പടം പൊരിച്ച് മേശപ്പുറത്ത് വന്നു. യാദൃശ്ചികമായിട്ട് സാമ്പാറുണ്ടായി. സാമ്പാറിനാക്കുന്ന വസ്തുക്കൾ യാദൃശ്ചികമായി ചേർന്നു. യാദൃശ്ചികമായിട്ട് ചോറ് വന്നു. അറിവുള്ളവൻ പറയും, അപ്പോൾ തൽക്കാലം വൈഫ് ഇല്ലെങ്കിൽ പറയും ഞാൻ ഇല്ലാത്തപ്പോൾ എല്ലാം വൈഫ് ചെയ്തു കൊടുത്തു. ഒരു ബുദ്ധിപ്രവർത്തനം നടന്നോടെ. യാദൃശ്ചികമായിട്ട് നല്ല സദ്യ ഒരുക്കുന്നത്, അതിൻ്റെ പിന്നിൽ അത് പ്രവർത്തിക്കുന്ന ബോധശക്തി ഉണ്ടാവും. ഇതുപോലെയാണ് ലോക ജീവിതത്തിൽ എവിടെയും. അപ്പോൾ യുക്തിവാദം നിരീശ്വരത്വം എന്ന് പറയണത് അവരുടെ സങ്കല്പത്തിൽ ദൈവമില്ല എന്നാണ്. യുക്തിവാദികൾ കരുതുന്നറിയാം ആകാശത്ത് ദൈവമുണ്ട് ഇരിപ്പുണ്ടെന്നാണ്. അതില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മൂഢത്തരമാണ് നിരീശ്വരത്വം. അത് 5000 കൊല്ലം മുമ്പ് ചാർവാകൻ എന്ന് പറഞ്ഞ ആളാണ് കൊണ്ടുവന്നത്. അവരുടെ വിചാരം ഈ കാണുന്ന ലോകം മുഴുവൻ പരമസത്യമാണെന്നാണ്. അതും ശരിയല്ല എന്ന് ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളുടെ കൂടി പ്രകടനം വഴിയാണ് ലോകത്ത് എന്തുണ്ടാവുന്നത്, ലോകത്ത് നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്ദ്രിയത്തിൻ്റെ ഒരു പ്രത്യേക ഘടന കൊണ്ടാണ് പച്ച നിറം കാണുന്നത്. ഇന്ദ്രിയത്തിൻ്റെ ഘടന മാറിയാൽ അത് പച്ച ഉണ്ടാവില്ല ഇവിടെ അല്ലേ. അപ്പം നമ്മുടെ ഇന്ദ്രിയത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു നിറം നമുക്കറിയില്ല. എല്ലാം മഹാനിഗൂഢമാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ പോക്ക് നിഗൂഢമാണ്, നമ്മളിൽ നിന്നും മറിഞ്ഞിരിക്കുന്നതാണെന്നറിയാം അല്ലേ. അല്ലാണ്ട് ഞാൻ എല്ലാം മനസ്സിലാക്കിയ ആളാണ്, ഒരു ദൈവമില്ല, എല്ലാം യാദൃച്ഛികമാണ് എന്ന് കരുതുന്നത് അങ്ങനത്തെ ആളുടെ പേരാണ് മൂഢൻ. മനസ്സിലായില്ലേ? ഞാനിത് പറയാൻ കാരണം അങ്ങനെയുള്ള ചില ആളുകൾ സംഘങ്ങളുണ്ടാക്കിയിട്ട് മൈക്കിൽ കൂടി ഇത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, യേശുദേവൻ, ഞാനൊന്ന് സൂചിപ്പിക്കാട്ടോ, 1 മിനിറ്റ് രസമാണൊക്കെ. യേശുദേവൻ പറയണു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയെപ്പോലെ നീക്കാൻ പറ്റും. എന്നിട്ട് ആ ബിരുദം പറയും. അടുത്ത ദിവസം വന്നൊരു പ്രോഗ്രാം അത് യൂട്യൂബിൽ. എന്നിട്ട് ആ ബിരുദം പറയുന്നത്, നേരെ മറിച്ചൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ വിശ്വാസം മലയോളുണ്ടെങ്കിൽ പോലും കടുകുമണി അനക്കാൻ പറ്റില്ല. അപ്പോൾ കടുകുമണിയോളം വിശ്വാസം കൊണ്ട് മല നീക്കാൻ പറ്റുമെന്ന് യേശു പറയുന്നത് ശരിയല്ല, മണ്ടത്തരമാണെന്നാണ് ഈ ബിരുദം പറയുന്നത്. അയാൾക്ക് ഭാഷ മനസ്സിലാവാഞ്ഞിട്ടാ. ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. കടുകുമണിയുള്ള വിശ്വാസമുണ്ടെങ്കിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മല നീക്കാന്ന് വെച്ചാൽ അതർത്ഥം. നിത്യാഭ്യാസി ആന എടുക്കുന്ന വെച്ചാൽ അർത്ഥം എന്താ? നിത്യം അഭ്യസിക്കുക, നമ്മൾ ഭാരം വെക്കുക. ഒരു ദിവസം പോയിട്ട് ആനയെ പൊക്കി തലയിൽ വെക്കുന്നല്ല.
അധികം ശക്തി ഉണ്ടാകും, മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹത്തായ പലതും ചെയ്യാൻ പറ്റും എന്നാണ് യേശുദേവൻ പറയുന്നത്. മഴ നിൽക്കുകയെന്ന് വെച്ചാൽ അതർത്ഥം, അത് അറിഞ്ഞൂടാ, മഴ നിൽക്കുന്ന പുള്ളി വിചാരിച്ചത് അല്ലേ. അപ്പം യുക്തിവാദികളുടെ പ്രത്യേകത ഇടമറുകോ കോവൂരിലൊക്കെ പുസ്തകങ്ങളിലൊക്കെ ഈ വക 99% വിഡിത്തമാണ്. അവർ ഏതെങ്കിലും മതഗ്രന്ഥം എടുത്ത് വായിച്ചാൽ മനസ്സിലാകില്ല. കാര്യം ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഇതെന്തിനാ പറയാൻ കാരണം, സത്യത്തിലേക്ക് നയിക്കാൻ യുക്തിവാദവും നിരീശ്വരത്വവും തടസ്സമാണ്. സത്യമെന്ന് പറഞ്ഞാൽ എന്താ? നിലവിലുള്ള ലോകത്ത് മാറ്റമില്ലാത്ത അടിസ്ഥാനമുണ്ട്, ആണ് സത്യം. ഇനി നമ്മൾ അടുത്തായിട്ട് വേണ്ടത് നമ്മൾ ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട് അത് ചെയ്യാനോ ദൈവിക ജീവിതം നയിക്കാനോ പോകുന്ന ആളുകൾ, അവർക്ക് ഒരു പ്രത്യേകത വേണ്ടത്, ലക്ഷ്യോന്മുഖമായ മനസ്സ് പാടില്ല. അകലെ ലക്ഷ്യം വെച്ചിട്ട് നീങ്ങുന്ന മനസ്സ് പാടില്ല. മനസ്സ് വർത്തമാനത്തിൽ നിർത്തി ശീലിക്കണം. അതാണ് ആൾ പറയില്ലേ, എനിക്കൊരു സന്തോഷം അന്വേഷിക്കുക. ഞാൻ സന്തോഷം അന്വേഷിക്കാന്ന് വെച്ചാൽ സന്തോഷം ഇരിക്കുന്ന, ഹാപ്പിനെസ് ഇരിക്കുന്നത് ഫ്യൂച്ചറിലാണ്. അതുകൊണ്ട് അന്വേഷിക്കേണ്ടി വരുന്നത്. ആ അന്വേഷിക്കുന്നവൻ ദുരിത മനസ്സുള്ളവനാണ്. സന്തോഷം ഇരിക്കുന്നത് ഫ്യൂച്ചറിലാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ അനുഭവങ്ങൾ ഓർത്ത് സന്തോഷിക്കുക. ഇതൊന്നുമല്ല, വർത്തമാനകാലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ ആനന്ദമായി. വർത്തമാനകാലത്തിൽ മനസ്സ് നിർത്തി ശീലിക്കണം ധ്യാനത്തിന് പോകുന്നവർ. ഫ്യൂച്ചറിൽ നിന്ന് മനസ്സിനെ വിട്ട് കൊണ്ടുവന്ന് ശീലിക്കണം. രണ്ടാമത്തെ കാര്യം, റിലാക്സ്ഡ് ജീവിതം, വിശ്രാന്തി ജീവിതം നയിക്കണം. എപ്പോഴും ബിസിയാണ് ഞാൻ എന്ന് പറയുന്നവൻ മൂഢനാണ്. കാരണം എന്താ? ഒന്നും അയാൾക്ക് മനസ്സിലാവില്ല ജീവിതത്തിൽ. അതാണ്, ഒന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ അയാൾക്ക് സാധിക്കില്ല. അയാളുടെ ഊർജം വേസ്റ്റാണ്. സാവകാശം, വിശ്രാന്തി അഥവാ കാര്യങ്ങൾ സാവകാശം ചെയ്യുന്നവർക്ക് ബുദ്ധിവികാസം ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്താണപ്പോൾ? നമ്മൾക്ക് ഒരു വിശ്രാന്തി ജീവിതം നയിക്കണം. ഇത് കേൾക്കുന്നു, വിശ്രാന്തിയുള്ള മനസ്സിന് ശരിക്കത് മനസ്സിലാവും. തിരക്ക് പിടിച്ചോടുന്നവൻ എവിടെ എത്താനാ? എങ്ങും എത്തില്ല, നാശത്തിലെത്തും. അതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ ദൈവികമായ ശക്തി ലോകത്തുണ്ട്, അത് നമ്മുടെ കേന്ദ്രത്തിലുണ്ട്. അതിലേക്ക് വരാനാണ് ധ്യാനം, ദൈവിക കേന്ദ്രത്തിലേക്ക് വരാൻ. ധ്യാനം ഒരു പ്രവൃത്തിയല്ല എന്ന കാരണം ലോകത്തുള്ള ഒരു പ്രവൃത്തിയും മനുഷ്യനെ അയാളുടെ ഉള്ളിലേക്ക് നയിക്കില്ല. ഇനി ഏത് വിശ്രാന്തിയോടെ ഇരുന്നാലേ ധ്യാനം സംഭവിക്കും. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളും സൂക്ഷ്മപ്രവൃത്തികളും മനസ്സിൻ്റെയൊക്കെ സൂക്ഷ്മപ്രവൃത്തികൾ സംഭവിക്കുന്നതാണ്. ധ്യാനവും സംഭവിക്കേണ്ട കാര്യമാണ്, അതൊരു പ്രവൃത്തിയാകുന്നതില്ല. ഇനി അതെങ്ങനെയാണ് വെറുതെ ഇരുന്നാൽ നിങ്ങൾ സംഭവിക്കുക, ചെയ്യണ്ടേ? ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ധ്യാനത്തിലേക്ക് വരാം കേട്ടോ. ചെറുപ്പത്തിലേ ഉള്ള നമ്മളുടെ ബാല്യകാല സുഹൃത്തിൻ്റെ, പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തിൻ്റെ പേര് നമ്മൾ മറന്നുപോയി. രൂപം ഓർക്കുന്നുണ്ട്. കുറേ പരിശ്രമിച്ചു സുഹൃത്തിൻ്റെ രൂപം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് മറന്നു. അതിന് ആ രൂപം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വരുന്നില്ല മനസ്സിൽ. നമ്മളെല്ലാം അതിൻ്റെ ശ്രമം ഉപേക്ഷിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു ഭാഗത്ത് വിശ്രമിക്കുക ശാന്തമായിട്ട്. മനസ്സ് ശാന്തമായി വിശ്രമിക്കുമ്പോൾ, ശാന്തമായിരിക്കുമ്പോൾ ആ പേര് പെട്ടെന്ന് ഉയർന്നു വരും. കണ്ടോ? അപ്പോൾ ശാന്തമായിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് ലോകത്തുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം മനസ്സ് അങ്ങേയറ്റം ശാന്തമായിരിക്കുമ്പോഴാണ് അവരിലേക്ക് ആശയങ്ങൾ കടന്നു വരുന്നത്. അത് അസ്തിത്വം അഥവാ പ്രപഞ്ച കേന്ദ്രത്തിൽ നിന്നും അവരിലേക്ക് അപ്പോഴത് വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ധ്യാനം അഥവാ മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുവരേണ്ടത് എന്നാണ് നോക്കാം. അത്
10,000-10,000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ചിലർ 5,000 കൊല്ലമെന്ന് പറയും മുമ്പുള്ള ഒരു പതഞ്ജലി ഋഷിയുടെ രാജയോഗം പുസ്തകമുണ്ട്, യോഗ പുസ്തകം. വിവേകാനന്ദ സ്വാമിയൊക്കെ അമേരിക്കയിൽ ചെന്നിട്ട് ലണ്ടനിലൊക്കെ വെച്ച് പുസ്തകം വ്യാഖ്യാനിക്കാറുണ്ട്. രാജയോഗം പുസ്തകം പതഞ്ജലി മഹർഷിയുടെ വിശാലമായ പുസ്തകം അല്ലേ. അതിൽ ഉള്ളൊരു താക്കോലാകുന്ന സെൻറ്റൻസ് പറയണം: യോഗ ചിത്തവൃത്തി നിരോധക. ധ്യാനത്തിലേക്ക് വരാനായിട്ട് ഓർക്കേണ്ട ഒരു ശ്ലോകം അത്. യോഗ എന്ന് വെച്ചാൽ കൂടിച്ചേരൽ. ആരുമായിട്ട്? നമ്മുടെ മനുഷ്യൻ്റെ വ്യക്തികേന്ദ്രവുമായിട്ട്, സത്യവുമായിട്ട് കൂടിച്ചേരാൻ. ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി എന്ന് വെച്ചാൽ മനസ്സിലെ ചിന്തകൾ, വികാരങ്ങൾ എല്ലാം വരും, നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ അല്ലേ. ഇതിനെ നിരോധിക്കണം എന്നാണ് പറയുന്നത്. ആ നിരോധിക്കണം എന്ന പ്രവൃത്തിയല്ല ചെയ്യേണ്ടത്. ഇനി എന്താ, എങ്ങനെയാണ് സാധിക്കാൻ നോക്കാം. ജീവിതത്തിൽ പ്രായോഗികമാക്കണ ധ്യാനമെങ്കിൽ അത് ചെയ്യല്ല വേണ്ടത്, അതിന് സന്നദ്ധമായിട്ട് ചെയ്യേണ്ട കാര്യത്തിലേക്ക് വരാം. ഒരു സ്ഥലത്ത് നമ്മൾ കംഫർട്ടബിളായിട്ട് ഇരിക്കണം, സുഖകരമായിട്ടിരിക്കണം. കസേരയിലിരിക്കാം, താഴെ തറയിലിരിക്കാം. അത് പ്രത്യേക ആസനമൊന്നും വേണ്ട, പത്മാസനോ അതൊന്നും നിർബന്ധമില്ല അല്ലേ. ഇരിക്കുമ്പോൾ നമ്മൾക്ക് ശരീരം അനുഭവപ്പെടരുത്, അത്രയേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ കാലിൻ്റെ അറ്റത്ത് ഒരു തള്ളവിരൽ വേദന ഉണ്ടെങ്കിൽ ആ വിരൽ നമുക്ക് അനുഭവപ്പെടും അല്ലേ. ആരെങ്കിലും പുറത്തൊന്ന് ചൊറിഞ്ഞാൽ പുറം അനുഭവപ്പെടും. അപ്പം അങ്ങനെ ശരീരം അനുഭവപ്പെടാത്ത രീതിയിൽ ശാന്തമായി വിശ്രാന്തിയോടെ ഒരു സ്ഥലത്തിരിക്കണം ധ്യാനത്തിന് വേണ്ടിയിട്ട്. അതിരുന്നതിന് ശേഷം നമ്മളുടെ ആ ശരീരത്തെ ആകപ്പാടെ ഒന്ന് നിരീക്ഷിക്കുക, ഈ ബോധം കൊണ്ട് അല്ലേ. ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ ശരീരം കയ്യോ കാലോ ആവശ്യം അനങ്ങുന്നുണ്ടെങ്കിൽ അത് നിർത്തും. ചില എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കാലിങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കും, കയ്യെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി എന്താണ് തൻ്റെ കാല് അനങ്ങുന്നത്, അപ്പോൾ അയാൾ ശ്രദ്ധിക്കും, അപ്പം നിന്നു. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ശ്രദ്ധയോടെ ബോധത്തെ ഓടിക്കുക. പിന്നെ വേണ്ടത് നമ്മളുടെ മനസ്സിൻ്റെക്ക് വരലാണ്. അതിനു മുൻപ് നമുക്ക് വേണമെങ്കിൽ ചിന്തകളെ കുറയ്ക്കാണ് കൊണ്ടുവരാൻ. ഈ ധ്യാനത്തിന് മുമ്പ് ഒരു ശ്വാസധ്യാന ട്രിക്ക് കുറച്ച് നേരം വേണം ചെയ്യണത്, നല്ലതാണ്. ശ്വാസധ്യാനമുണ്ട്, ശ്വാസമായിട്ട്. അതായത് കണ്ണടച്ചിരിക്കുക, ശ്വാസം വളരെ സാവകാശം ഉള്ളിലേക്ക് എടുക്കുക, ആ ശ്വാസം വരുന്നത് നിരീക്ഷിക്കുക. വേറെ ചിന്തകളിൽ നിന്ന് മനസ്സപ്പം എവിടേക്ക് വരും. ശ്വാസം മൂക്കിൻ്റെ അടുത്തെത്തി അകത്തേക്ക് കയറി ഉള്ളു നിറഞ്ഞു കാണാം. ശ്വാസം പുറത്തേക്ക് പോകുന്നു. വീണ്ടും ശ്വാസം അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. ഇത് വളരെ സാവകാശം കുറച്ച് സമയം നിരീക്ഷിച്ചാൽ ചിന്തകളുടെ ഒന്നിച്ചുള്ള വരവ് കുറയും, ചിന്തകൾ ഇല്ലാതായി തുടങ്ങും കുറേയൊക്കെ. ഇതാണ് ഒരു കാര്യം. പിന്നെ കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഏകാഗ്രമാക്കുന്ന വിഡ്ഢിത്തരം വേണ്ട. ആ ഏകാഗ്രമാക്കുന്ന വസ്തു നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പുറത്താണുള്ളത്, ഉള്ളിലല്ല, കേന്ദ്രത്തിലല്ല. അതുകൊണ്ട് ഏകാഗ്രമാക്കിയിട്ട് കാര്യമില്ല. ഏത് പ്രവൃത്തിയും വ്യക്തിത്വത്തിൻ്റെ പുറത്താണ്. പിന്നെ അഭ്യാസം, പ്രാക്ടീസ് ചെയ്യാൻ ചില ആളുകൾ പറയും. എങ്ങനെയാണ് ധ്യാനം അഭ്യസിക്കേണ്ടത്? അഭ്യാസം കൃത്രിമമായ കാര്യമാണ്. ഇപ്പോൾ ആളുകൾ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അഭ്യസിക്കും അല്ലേ. ഞാൻ ഇന്ന ആളാന്ന് പറയാൻ അഭ്യസിക്കും. അപ്പോൾ ആ അഭ്യസിച്ച് കഴിയുമ്പോൾ ആ ആളല്ലല്ലോ, അത് വേറെ ആളല്ലേ. ഡയലോഗൊക്കെ മറ്റൊരാളുടെ കാണാൻ പറയണം. അപ്പോൾ അഭ്യാസം വഴി അയാൾ വ്യാജനായി മാറുക അല്ലേ. ഏത് അഭ്യാസവും മനുഷ്യനെ കൃത്രിമത്വത്തിലേക്ക് നയിക്കും. ധ്യാനം അഭ്യാസമല്ല, ഏകാഗ്രതയുമല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ചിന്തകൾ വരുന്നത് നിരീക്ഷിക്കുക അല്ലേ. ചിന്തകൾ വരുന്നത് പക്ഷേ ഒരു സിനിമാ നടി വന്നു മനസ്സിൽ, സാരമില്ല അല്ലേ. പിന്നെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനോട് ആരാധനയോ അടുപ്പമുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് അതിനെ ഒരു വസ്തുവിനെ പോലെ കാണാൻ അല്ലേ. കുറച്ച് കഴിയുമ്പോഴോ നമ്മുടെ ശത്രു വന്നു ചിന്തയിൽ, ആ ശത്രുതയും പാടില്ല
അല്ലേ? എന്തെല്ലാം ചിന്തകൾ മനസ്സിലൂടെ വരുന്നോ അതിനെ നമ്മൾ വിലയിരുത്തരുത്. നല്ലതെന്നോ ചീത്തയെന്നോ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചിന്തയുമായി ഒട്ടിപ്പിടിക്കും. ഒരു ചിന്തയോട് വരൂ എന്ന് പറയരുത്, ഒരു ചിന്തയോട് പോകൂ എന്നും പറയരുത്. അതായത് ബുദ്ധൻ പറയുന്നത് ഉപേക്ഷ എന്ന വാക്കാണ്. ഉപേക്ഷ എന്ന് വെച്ചാൽ എന്താ? അവഗണനയോടെ കാണണം, പരിഗണനയില്ല ഒരു ചിന്തയായി. ഇങ്ങനെ കണ്ണടച്ചിരുന്നു കൊണ്ട് ചിന്തകളെ വിലയിരുത്തൽ കൂടാതെ, ജഡ്ജിമെൻ്റ് കൂടാതെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം, സാവകാശം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ചിന്തകളുടെ നമ്പർ കുറഞ്ഞു വരുന്ന കാണാം അല്ലേ? അതിഥികളാ ചിന്തകൾ. ആകാശം നമ്മുടെ ഉള്ളിലുള്ള ബോധം. ആകാശത്ത് മേഘങ്ങൾ നീങ്ങുന്ന പോലെയാണ് ഈ ചിന്തകൾ നീങ്ങുന്നത്. ചിന്തകൾ നമ്മളല്ല എന്ന് മനസ്സിലാക്കി നിരീക്ഷിക്കുക. ചിന്തകളുടെ വേര് അടിസ്ഥാനം വൈകാരികതയാണ്. അപ്പോൾ വൈകാരികത വന്നാലും നിരീക്ഷിക്കണം. എന്താ വൈകാരികത? നമ്മൾക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിന്ത വരും. ദേഷ്യം ഉള്ളിൽ വരാം. എന്തിനോടെങ്കിലും നമ്മൾ ഒട്ടിപ്പിടിച്ച പോലെ സ്നേഹം, ഇഷ്ടമുണ്ടെങ്കിൽ ആ ചിന്ത വരാം. ഇഷ്ടം, അനിഷ്ടം അല്ലേ? പിന്നെന്താ? വൈരാഗ്യം, ദേഷ്യം. പിന്നെ ഏതെങ്കിലും വസ്തുവിനോട് നമുക്ക് വല്ലാത്ത അകൽച്ച ഇതൊക്കെ തോന്നിയാലും ഇതൊക്കെ വൈകാരികത. മനസ്സിൽ വരുന്ന ഇഷ്ടാനിഷ്ടങ്ങളോ വൈകാരികതയും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ഇതിലെല്ലാം നമ്മൾ ഒരു സാക്ഷിയായി വർത്തിക്കണം. വിറ്റ്നസ്സിങ് എന്ന് പറയും. സാക്ഷിവർത്തനം വിറ്റ്നസ്സിങ് ആണ്. വിറ്റ്നസ്സിങ് ഈസ് ദ കീ ഫോർ മെഡിറ്റേഷൻ. ധ്യാനത്തിൻ്റെ താക്കോൽ സാക്ഷിവർത്തനം ആണ്, വിറ്റ്നസ്സിങ് ആണ്. ഇങ്ങനെ നമ്മൾക്ക് ഒഴിവുള്ളപ്പോഴോ ഒരു ഡേറ്റ് വെച്ചോ ചെയ്തുകൊണ്ടേയിരുന്നാൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും ധ്യാനത്തിൻ്റെ പുരോഗതി വരില്ല. ചിലർക്ക് പല ജന്മങ്ങൾ വേണ്ടി വരും, ചിലർക്ക് ജന്മം മുഴുവൻ വേണ്ടി വരും, ചിലർക്ക് കുറച്ച് സമയം വേണ്ടി വരും. ഇതിന് ജാതിമത വ്യത്യാസമില്ല. മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ പോയിരുന്നു ധ്യാനിക്കും. ഹിറാ ഗുഹ അദ്ദേഹത്തിന് കുറേ അധികം സമയം വേണ്ടി വന്നില്ല. നിഷ്കളങ്ക മനസ്സാണ്, അതുകൊണ്ടാണ് അല്ലേ? മനസ്സിൽ കളങ്കമൊക്കെ ഉണ്ടെങ്കിൽ, വൈരാഗ്യ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ വൈകും അല്ലേ? മുഹമ്മദ് നബിക്കൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ ധ്യാനത്തിൻ്റെ ഫലം വന്നു. അങ്ങനെ ധ്യാനിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. ധ്യാനിക്കുന്ന ആളാണ്. അപ്പോൾ ഇസ്ലാമിൽ ധ്യാനമില്ല സാറേ. അതെ, അദ്ദേഹം അടുത്ത ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ്. പൊതുജനങ്ങളോട് ധ്യാനം പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തോന്നും. അവർക്കാണ് അദ്ദേഹം 5 നേരം നിസ്കാരം പറഞ്ഞത് അല്ലേ? 5 നേരം നമസ്കാരം. അത് ചിട്ടയോടെ ചെയ്താൽ മനസ്സിന് നമ്മളെ ഒതുക്കം വരും കേട്ടോ. അത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഏതെങ്കിലും മതവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നവരല്ല. നബിക്കോ കൃഷ്ണനോ അല്ലേ യേശുവിനോ ജാതി മത വ്യത്യാസമോ വിഭജനമോ ഇല്ല. അവരെല്ലാവരും ധ്യാനം ചെയ്യുന്നവർ തന്നെ അല്ലേ? നബി ധ്യാനിക്കുന്ന ആളാണ്. ഈ പറഞ്ഞ വ്യാസനൊക്കെ ധ്യാനിക്കുന്നവരാണ്. ഇപ്പം ധ്യാനം എന്നാൽ നമ്മൾ സാക്ഷിയായി വർത്തിക്കണം. ചിന്തകളുടെ വൈകാരികതയുടെ സാക്ഷിയായി വർത്തിച്ചാൽ പതുക്കെ പതുക്കെ ഈ അതിഥികൾ, ചിന്തകളാകുന്ന അതിഥികൾ, വികാരങ്ങളെ അതിഥികൾ നീങ്ങിപ്പോയാൽ, ആകാശത്ത് മേഘങ്ങൾ നീങ്ങിപ്പോയാൽ ശുദ്ധമായ ആകാശം തെളിയുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ശക്തി തെളിഞ്ഞു വരും. അവ്യക്തമായ ആ ശക്തി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അവ്യക്തമായിരിക്കുന്ന ദൈവിക ശക്തിയുടെ ആ സാന്നിധ്യം നമ്മൾക്കുണ്ടാകും. ആനന്ദമൊക്കെ ഇരിക്കുന്നത് ആ സാന്നിധ്യത്തിലാണ്. ആനന്ദം. പിന്നെ നമ്മുടെ മനസ്സും ശരീര ലെവലിലാണ്, ആ വിധാനത്തിലാണ് മരണമിരിക്കുന്നത്. അതുകൊണ്ട് ആദിശങ്കരൻ പറയേ, അല്പമെങ്കിലും ഇത് പഠിക്കൂ, എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ അനുവർത്തിക്കൂ. നിങ്ങളെ യമൻ മരണദേവനായ കാലൻ നിങ്ങളെ സമീപിക്കില്ല എന്ന് ആദിശങ്കരൻ പറയണം. മരണദേവനായ കാലം സമീപിക്കില്ലെന്നോ? എന്നുവെച്ചാൽ യുക്തിവാദികൾ കേട്ടാൽ പറയാം അങ്ങനെ ദേവനൊന്നുമില്ല, ആദിശങ്കരൻ വിലക്കേടാന്ന്.
മരണത്തിനപ്പുറമാണ് ഏത് നമ്മുടെ ബോധശക്തി. ശരീരം നശിച്ചാലും ബോധശക്തി നശിക്കില്ല. ശരീരബോധം ഇല്ലെങ്കിലും നമുക്ക് ബോധം പ്രവർത്തിക്കുന്നത് ഉറങ്ങുമ്പോൾ ശരീരബോധം വിട്ടുപോയി സ്വപ്നം കാണുന്നു, ബോധശക്തി പ്രവർത്തിക്കുന്നത് കണ്ടോ? പലരെയും കാണുന്നില്ല നമ്മൾ ഉറക്കത്തിൽ. അപ്പോൾ നമ്മളുടെ ശരീരം ഇല്ലല്ലോ, ശരീരത്തിൽ നിന്നും ബോധം മാറി നിൽക്കുക. ഒരാൾ പെട്ടെന്ന് മരിച്ചാൽ ഈ പറഞ്ഞ പോലെയുള്ള സ്വപ്നബോധത്തിലേക്കാണ് അയാളുടെ സൂക്ഷ്മ ശരീരം പോകുന്നത്. മരിച്ച ഉടനെ സ്വപ്നബോധത്തിലേക്ക് അയാൾ മാറും. ശരീരം വിട്ട് ബോധം സൂക്ഷ്മ ശരീരത്തിലേക്ക് മാറും. അതാണ് മരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അല്ലാണ്ട് ശരീരം നമ്മളുടെ കേന്ദ്രമോ സത്തയോ മരിക്കില്ല. അപ്പോൾ ധ്യാനത്തിലൂടെ മരിക്കാത്ത കേന്ദ്രമുണ്ടെന്ന് മനസ്സിലാകാം. ധ്യാനത്തിലൂടെ നമ്മളുടെ മരിക്കാത്ത കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നു നമ്മൾ ധ്യാനം വിട്ടിട്ട് ബാഹ്യലോകത്തേക്ക് നീങ്ങിയാൽ മരണത്തിലേക്ക് നീങ്ങുന്നു. ലോകത്തുള്ള എന്തെല്ലാം സമ്പാദിച്ചാലും, ലോകത്ത് എവിടെ ഓടി നടന്നാലും ബാഹ്യലോകത്ത് മരണത്തിൻ്റെ പിന്നാലെ ഓടുക നമ്മൾ, അല്ലേ? എത്ര മഹാരാജാവായാലും ആ പിടിച്ചു പറിച്ചൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പോയി അയാൾ മരിക്കണം, അല്ലേ? മറിച്ച് ധ്യാനം പോലെയുള്ള കാര്യത്തിൽ നമ്മൾ മരിക്കാത്ത കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നു. നിത്യമാണെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് യേശുദേവനൊക്കെ, അല്ലേ? അത് പുറത്തൊരു സ്ഥലമല്ല. നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ കാര്യം ചുരുക്കം ഇതാണ്. പിന്നെ ധ്യാനിക്കുന്നവർ എനർജി അതും കൂടി പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമായിട്ട് പറഞ്ഞിട്ട് നിർത്താം. ഊർജം സംരക്ഷണം ചെയ്യണം, നല്ലതാണ്. ഊർജ സംരക്ഷണം എന്ന് വെച്ചാൽ ഒന്നിലും അമിതമായിട്ട് ആമഗ്നമാകരുത്. ചില ആൾ പറയല്ല അയാളൊരു ബ്രഹ്മചാരിയാണ്, അല്ലേ? ധ്യാനിക്കാൻ ബ്രഹ്മചാരിയാകണം, സ്ത്രീകളെ പുരുഷനെ കാണരുത്, അങ്ങനെയൊന്നുമില്ല. ലൈംഗികത ഉള്ളവർ അത് മിതമായിട്ട് കൊണ്ടു കിടന്നാൽ ധ്യാനിക്കാം, പ്രശ്നമില്ല. മുഹമ്മദ് നബിക്ക് 9 ഭാര്യമാർ, കൃഷ്ണന് 8 ഭാര്യമാർ, അല്ലേ? മുഹമ്മദ് നബി ധ്യാനിച്ചിരുന്നില്ലേ? അപ്പോൾ ലൈംഗികതയിൽ നിന്നും 100% അകന്ന് നിൽക്കുന്ന നിർബന്ധം. ഋഷിമാർ ഇന്ത്യയിൽ ലൈംഗിക കാര്യങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന എല്ലാ ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ദൈവിക ജീവിതമെന്ന് അർത്ഥമുള്ളൂ. ഇപ്പം സംഗീത ജീവിതം ഒരാളുണ്ട്, സംഗീത സാധകം ചെയ്യുന്നു, ഊർജ്ജ സംരക്ഷണം വേണം. ആൾ കല്യാണം കഴിച്ചാൽ സംഗീതം പോയില്ല. അപ്പോൾ ആ പ്രശ്നത്തിൽ എന്താണ് വേണ്ടത്? മിതത്വം പാലിക്കുക. ഭക്ഷണകാര്യങ്ങളിൽ മിതത്വം പാലിക്കുക. ജോലി ചെയ്യുമ്പോൾ മിതത്വം പാലിക്കുക. കണ്ടമാനം ഓടി നടന്നാൽ ഊർജം വേസ്റ്റാവും. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേഗം ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിച്ച് ശീലിക്കണം. പച്ചക്കറിയൊക്കെ വേഗം ദഹിക്കുന്നതാണ്, അല്ലേ? മറിച്ച് ഭക്ഷണം ദഹിക്കാൻ താമസിക്കാൻ അതുണ്ടാകുന്നത് ഹിംസയുടെ ഉൽപ്പന്നമാണ്. അപ്പം മാംസഭക്ഷണം കഴിച്ചത് കൊണ്ട് ധ്യാനത്തിൻ്റെ ഫലം ഇല്ലാതാകുമെന്നല്ല, വൈകുമെന്നുള്ളത്, അല്ലേ? കഴിയുന്നതും സസ്യഭക്ഷണമാണ് വേഗം ദഹിക്കുന്നത്. ഒരു ദിവസം കഴിച്ച ഭക്ഷണം എല്ലാ ദിവസവും ഒരേ ഭക്ഷണമാണെങ്കിൽ ഊർജം വേസ്റ്റ് കുറവാണ്. രാവിലെ എല്ലാ ദിവസവും ദോശ ഇഡ്ഡലി കഴിക്കണം, ഒരു ദിവസം ബിരിയാണി, അങ്ങനെ ഇടയ്ക്ക് മാറിക്കൊണ്ടിരുന്നാൽ ഊർജ നഷ്ടം വരും. ദിനചര്യയിൽ ആവർത്തനമുള്ളത് നല്ലതാണ്. എപ്പോഴും അപ്പോൾ അധികം മാറ്റം വന്നാൽ ഊർജം വേസ്റ്റാവും. അതാണ് ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ ധ്യാനിക്കുന്നവർ അമിതമായി ഒന്നിലും ഏർപ്പെടരുത്. കാരണം ധ്യാനത്തിനും ഊർജം ആവശ്യമാണ്, ശക്തി ആവശ്യമാണ്. അതുകൂടി മനസ്സിലാക്കണം. ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് ഫലം പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട, ഫലം വന്നുകൊള്ളും, അല്ലേ? നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന വികാസം ഒരിക്കലും നശിക്കില്ല. അപ്പോൾ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ജന്മത്തിൻ്റെതായ വികാസം പിന്നീട് നമുക്ക് ഗുണത്തിന് വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്നും പ്രയോജനമുള്ള സാരവത്തായ കാര്യങ്ങളാണ്, എസൻഷ്യലായ കാര്യങ്ങളാണ്. നോൺ എസൻഷ്യൽ, സാരവത്തല്ലാത്ത കാര്യം അല്ല. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, ധ്യാനം ഒരു പ്രവൃത്തിയല്ല, സ്വച്ഛമായി ഇരുന്ന് സാക്ഷിവർത്തനം ചെയ്യലാണ്. ചിന്തയെയും വികാരങ്ങളെയും നിരീക്ഷിക്കലാണ്. അതാ. അപ്പോൾ ഒരു കുളത്തിൽ തിരമാലകൾ, ഓളങ്ങൾ ശമിക്കുമ്പോൾ അടിയിൽ കിടക്കുന്ന സ്വർണ്ണനാണയം കാണാൻ പറ്റുന്ന പോലെ നമ്മളുടെ
കേന്ദ്രത്തിലേക്ക് നീങ്ങാൻ പറ്റും. മരണമില്ലാത്തതാണ് ആ കേന്ദ്രം. കാരണം ഈശ്വരനോട് ചോദിക്കുക ഒരാളെ, സ്വർഗരാജ്യത്തിന് എന്താ പ്രത്യേകത? അവിടെ സമയമില്ല എന്നങ്ങനെ പറയും. അപ്പോൾ സമയമില്ലാത്ത ബാധിക്കാത്ത കേന്ദ്രം നമ്മളിലുണ്ട്. സമയം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ശരീരത്തിനും മനസ്സിനും അപ്പുറം നീങ്ങലാണ് ട്രാൻസെൻഡിങ് മൈൻഡ്. മനസ്സിനെ അതിവർത്തിക്കലാണ് ധ്യാനം. അതുകൊണ്ടാണ് മനസ്സ് അതിനെ എതിർക്കുന്ന സ്വഭാവം കാണിക്കുന്നത്. മനസ്സിനെ അതിവർത്തിക്കലാണ് ധ്യാനം. മനസ്സിനപ്പുറം പോകലാണ് ധ്യാനം, മനസ്സിൽ നിൽക്കലല്ല. പക്ഷെ ഗുരു പറയാറുണ്ട്, നോ മൈൻഡിലേക്ക് പോകല, നിർമനസ്. നോ മൈൻഡിന് ഞങ്ങളൊക്കെ പരിഭാഷപ്പെടുത്തുന്ന വാക്ക് നിർമനസ്, മനസ്സില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റും. ദൈവികമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. സ്നേഹത്തോടെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നമസ്തേ.